Hi friends, welcome to Janz Creation. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്ലൗസിൽ, സാരിയുടെ ബ്ലൗസിൽ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാനാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു ഫങ്ഷനാണ്. എൻ്റെ ഒരു കസിൻ്റെ കല്യാണമാണ്. അപ്പം ഞങ്ങൾ കസിൻസ് എല്ലാവരും ഒരേപോലത്തെ സാരിയും ബ്ലൗസുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓൾറെഡി 11 പേരുണ്ട്. അതിൽ 10 ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് ഓർത്തത്, അയ്യോ നിങ്ങൾക്ക് കൂടി കാണിച്ചാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ലാസ്റ്റ് മാർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാനിത് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതിൻ്റെ സാരി വരുന്നത് ഇതാണ് ഇതിൻ്റെ സാരി വരുന്നത്. സാരി ഇങ്ങനെ സ്ട്രൈപ്സ് ആയിട്ട്, ഗോൾഡൻ സ്ട്രൈപ്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതും കൂടി ഞാൻ കാണിക്കാം. ഇതിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് 2 സ്ലീവിലും പിന്നെ ബാക്ക് നെക്കിലുമാണ് വർക്ക് വരുന്നത്. കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് വരുന്നത്. ഇതിൻ്റെ സ്ലീവിൻ്റെ പാറ്റേൺ ആണ് ഇങ്ങനെ, ഈ ഒരു പാറ്റേണിലാണ് ബോർഡർ വരുന്നുണ്ട്. എന്നിട്ട് അത് മുകളിലേക്ക് ആണ് വർക്ക് വരുന്നത്. ഓക്കെ, ഇത് സ്ലീവിൻ്റെ ഡിസൈനാണ്. അടുത്തത് വരുന്നത് ബാക്ക് നെക്കിൻ്റെയാണ്. ബാക്ക് നെക്ക് ഒരു ഡ്രോപ്പ് ഷേപ്പിലാണ് വരുന്നത്. എന്നിട്ട് അതിനകത്ത് ഇതുപോലെ ഡ്രോപ്പ് ഷേപ്പ് ഒരു സ്കാലപ്പ് മോഡലിലാണ് കൊടുക്കുന്നത്. സ്കാലപ്പ് മോഡൽ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അതിനകത്ത് ആയിട്ട് വർക്ക് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനി എങ്ങനെയാണ് നമ്മൾ ബ്ലൗസിൽ മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യമേ തന്നെ ഫോൾഡിംഗ് ഉള്ള വശം എടുത്തിട്ട്, ഇത് ബാക്ക് പീസാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ബാക്കിൽ ഡ്രോപ്പ് ഷേപ്പാണെന്ന് ഞാൻ പറഞ്ഞു. അതിനായിട്ട് നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ 11 പേരുള്ളത് കൊണ്ട് നമ്മൾ എല്ലാവർക്കും ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് ഞാനൊരു പാറ്റേൺ കട്ട് ചെയ്ത് എടുത്തു. എന്നിട്ട് പേപ്പറിലാണ് കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് അത് വെച്ചിട്ട് എല്ലാവർക്കും ഒരുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യവും വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഷേപ്പും വിഡ്ത്തും ഒക്കെ മാറിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പേപ്പറിൽ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തു. അത് ഇതിപ്പോൾ ഞാൻ ഫോൾഡിങ്ങിലാണ് കാണിച്ചേക്കുന്നത്. അത് വിടർന്ന് വരുമ്പോൾ ഈ ഒരു ഷേപ്പിൽ വരും. എന്നിട്ട് ഇതിനകത്താണ് നമ്മുടെ വർക്ക് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 10 ഇഞ്ചാണ്. 10 ഇഞ്ച് ലെങ്ത്തും ഇതിൻ്റെ താഴെ വരുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 3.25 ഇഞ്ചുമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യമേ തന്നെ ബ്ലൗസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 ആണ്. 15 ആവുമ്പോൾ 15.5 അര ഇഞ്ച് ഇവിടെ താഴെ തയ്യൽ തുമ്പ് പോകും. അപ്പോൾ അത് കൂടി കൂട്ടിയിട്ട് 15.5 നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ 2.5 ഇഞ്ച് മുകളിൽ നിന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. അവിടെയാണ് നമ്മൾ ഡ്രോപ്പ് ഷേപ്പിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഇവിടെ അര ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. പിന്നെ ബാക്കി 2 ഇഞ്ച് താഴത്തായിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ 2.5 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്തത്. എന്നിട്ട് ഇത് ഈ ഒരു അളവിൽ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. ഓക്കെ, ഇനി എന്നിട്ട് വിടർത്തിയിട്ട് അപ്പുറത്തെ സൈഡിലേക്കും നമ്മൾ കറക്റ്റ് ആ മടക്കിൻ്റെ അവിടെ വെച്ച് വരച്ചത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് വളഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ മാർക്ക് ചെയ്തത്. നമുക്ക് ഇങ്ങനെ നിവർത്തി വെച്ചിട്ടും വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സൗകര്യം പോലെ മാർക്ക് ചെയ്യാം. ഞാൻ ഇങ്ങനെ തന്നെയാണ് മാർക്ക് ചെയ്തത്. കറക്റ്റ് ആ മടക്കിൻ്റെ അവിടെ വെച്ചിട്ട് തന്നെ താഴത്തേക്ക് ഇപ്പുറത്തെ സൈഡിലേക്കും വെച്ചു കൊടുക്കും. എന്നിട്ട് ഇതിങ്ങനെ മാർക്ക് ചെയ്തെടുക്കും. ഇപ്പം ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തു. അപ്പം ഇതേ ഉള്ളൂ ബാക്കിൽ നമ്മൾ മാർക്കിംഗ് ആയിട്ട് വരുന്നത്. ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം കഴുത്തിനൊക്കെ ആയിട്ട് നമ്മൾ വർക്ക്, ഇത് കഴുത്തല്ല, കോളർ നെക്കാണ്. കോളർ നെക്ക് എന്ന് പറഞ്ഞാൽ ഹോൾട്ടർ നെക്കാണ്. അപ്പം ബാക്കിൽ കട്ടിങ് ഒന്നും വരുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്തിരി കൂടി എളുപ്പമാണ് മാർക്ക് ചെയ്യാൻ. ഇനിയിപ്പോൾ കട്ട് ചെയ്യുന്ന പാറ്റേണിലുള്ള ബ്ലൗസുകളാണെങ്കിൽ നമ്മൾ നെക്ക് വൈഡും ഇറക്കമൊക്കെ എടുത്തിട്ട് അതുപോലെ ചെയ്യണം. അത് ഞാൻ വേറൊരു ബ്ലൗസിൽ കാണിക്കാം. ഇതിപ്പം
ഇതിപ്പോൾ കോളർ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ലെങ്ത് മാത്രം എടുത്താൽ മതി ബ്ലൗസിൻ്റെ. വേറെ മെഷർമെൻറ്റുകളൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബാക്കി ജസ്റ്റ് ആ ഒരു ഡിസൈൻ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് സ്ലീവിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ബ്ലൗസ് പീസിൻ്റെ അടുത്ത എൻഡാണ്. മറ്റേ എൻഡിലാണ് നമ്മൾ ഇപ്പോൾ ഈ ഡ്രോപ്പ് ഷേപ്പും മാർക്ക് ചെയ്തത്. അടുത്ത എൻഡിൽ നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അവിടുന്ന്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒറ്റ ഫോൾഡിങ്ങിലാണ് തുണി ഇരിക്കുന്നത്. അതോടുകൂടി തന്നെ ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക. അപ്പോൾ 2 സ്ലീവിനുള്ള തുണി കിട്ടത്തക്ക രീതിയിൽ എടുക്കുക. സ്ലീവിൻ്റെ ലെങ്ത് നമ്മൾ എടുക്കുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ 11 ഇഞ്ചിൽ നമ്മൾ 11.5 എടുക്കണം. കാരണം 1/2 ഇഞ്ച് ഇവിടെ നമുക്ക് തയ്യൽ തുമ്പായിട്ട് വേണം. അത് കഴിഞ്ഞിട്ടുള്ള പോർഷനിലാണ് വർക്ക് വരേണ്ടത്. അപ്പം ഇവിടുന്ന് 1/2 ഇഞ്ച് മുകളിലായിട്ട് മാർക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ 11 ഇഞ്ചിലും മാർക്ക് ചെയ്യുക. ഉണ്ടോ? ഓക്കെ, എന്നിട്ട് നമ്മളിത് സ്ലീവിൻ്റെ പോലെ മാർക്ക് ചെയ്യുക. സ്ലീവ് റൗണ്ട് നമ്മൾ 6 ഇഞ്ചാണ് എടുക്കുന്നത്. മാർക്ക് ചെയ്യുക. ഈ 1/2 ഇഞ്ച് കയറ്റി വരയ്ക്കാനുള്ളത് തയ്യൽ തുമ്പാണ്. ആം ഹോള് നമുക്ക് 8.5 ഇഞ്ചാണ് വേണ്ടത്. 8.5 മാർക്ക് ചെയ്യുക. അപ്പോൾ സ്ലീവിൻ്റെ ഒരു സൈഡ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഉള്ളിലാണ്, ഇത്രയും പോർഷനിലാണ് വർക്ക് വരേണ്ടത്. ഓക്കെ, ഒരു സൈഡിൽ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും വരണം. അപ്പോൾ നമ്മൾ ഇതിനെ നിവർത്തിയിട്ടിട്ട് വീണ്ടും ഓപ്പോസിറ്റ് മടക്കാണ്. ഓപ്പോസിറ്റ് മടക്കി ഇപ്പം നമ്മൾ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ ആ ചോക്കിൻ്റെ പൗഡർ ഇപ്പുറത്തേക്ക് വീഴുക. നമുക്ക് വരച്ച പോലെ മാർക്കിങ് കിട്ടിക്കോളും. കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് തെളിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു സ്ലീവിൻ്റെ മാർക്ക് ചെയ്തുള്ളൂ. നമ്മൾ ഇതിനെ വീണ്ടും അടുത്ത ഫോൾഡ് ചെയ്തിരുന്നത് ഇപ്പുറത്തേക്കുള്ളത് നിവർത്തിയിട്ട് ഇപ്പുറത്തേക്ക് മറിച്ചിടുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ അപ്പുറത്തെ ഭാഗത്തേക്ക് ചോക്കിൻ്റെ മാർക്കിങ് വന്നോളൂ. എനിക്ക് ക്യാമറയിൽ കാണാൻ പറ്റാത്തത് കൊണ്ടാവും മാർക്കിങ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് തെളിച്ച് വരയ്ക്കുകയാണ്. ഇതായപ്പോൾ 2 സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ഉള്ളിലാണ് നമ്മുടെ വർക്ക് വരുന്നത്. മുകളിൽ നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ് ഇട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വർക്ക് വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കറക്റ്റ് ഇവിടുത്തെ സ്റ്റിച്ചിങ് അലവൻസ് കഴിഞ്ഞിട്ട് കറക്റ്റ് സ്ലീവിൻ്റെ ലെങ്താണ് എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെയും കൂടി സ്റ്റിച്ചിങ് അലവൻസ് എടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മളിപ്പോൾ ബ്ലൗസിൻ്റെ മാർക്കിങ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. എത്ര നാളായി, കുറേ നാളായി. ഞാനൊരു 50K എങ്കിലും ആണെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇതുവരെ നിങ്ങൾ ആരും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊന്നും കാണുന്നില്ല. എനിക്ക് സങ്കടമുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ് പിന്നെ. ഓക്കെ ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. Living life, every day, late at night, not okay. All I want, and I pray, all I need are some better. Living life, every day, late at night, not okay. All I want